നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, യുണൈറ്റഡ് സ്കിൽസ് അക്കാദമിയുടെ ഇംഗ്ലീഷ് കോഴ്സിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേർ ആറിൻ്റെ നെഗറ്റീവാണ്. ദേർ ആർ എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്, അതിൻ്റെ അർത്ഥം. അതുപോലെ അത് ഉപയോഗിക്കുന്നത് പ്ലൂരലിനോട് കൂടെയാണ്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് എങ്ങനെയായിരിക്കും, അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. വളരെ ചെറിയൊരു ക്ലാസ്സാണ്. അപ്പോൾ അതിൽ അവസാനം നിങ്ങൾക്കൊരു എക്സർസൈസ് ഉണ്ട്, അത് നിങ്ങൾ ചെയ്യുക. ഇത് പഠിപ്പിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം കൂടുതൽ പുതിയ വാചകങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കുകയും അതുപോലെ പുതിയ പദങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയും ചെയ്യുകയാണ്. അപ്പോൾ ആ പദങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. അതുപോലെ ആ പദങ്ങളൊക്കെ നിങ്ങളുടെ റൊട്ടീൻ ലൈഫിൽ, ഡെയിലി ലൈഫിൽ നിങ്ങളത് ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടൊക്കെ ശീലിച്ച് അത് മനസ്സിൽ തറച്ച് കയറണം. അതിനു വേണ്ടിയിട്ടാണ് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ നൽകിക്കൊണ്ട് ഇങ്ങനെ സെൻറ്റൻസുകൾ പറയുന്നത്. അല്ലാതെ ഇപ്പോൾ ഇത് 2-3 ഉദാഹരണം പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന, കാരണം ഒരു നോ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളിവിടെ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയ പദങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയും അത് നിങ്ങൾ കാണാതെ പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നൽകുന്ന പദങ്ങൾ അത് കൃത്യമായിട്ട് കാണാതെ പഠിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ദർ ആർ നോ ഷോർട്ട് കട്ട്സ് ടു സക്സസ്. ദർ ആർ നോ, ഇല്ല. ഷോർട്ട് കട്ട്സ്, ഷോർട്ട് കട്ടുകളില്ല. ഷോർട്ട് കട്ടുകൾ എന്നുള്ളതായതുകൊണ്ടാണ് ഇവിടെ ആറ് ഉപയോഗിച്ചത്. ടു സക്സസ്, വിജയത്തിലേക്ക്, അല്ലെങ്കിൽ ടു സക്സസ്, വിജയിക്കാൻ എന്നും പറയാം. ഇനി ദർ ആർ നോ ഈസി സൊല്യൂഷൻസ്. ദർ ആർ നോ, ഇല്ല. ഈസി സൊല്യൂഷൻസ്, എളുപ്പമുള്ള സൊല്യൂഷൻസ് ഇല്ല. സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ പരിഹാരങ്ങൾ ഇല്ല. ടു ദിസ് പ്രോബ്ലം, ഈ പ്രശ്നത്തിന്. ഇവിടെ ടു എന്നുള്ളതിന് പ്രോബ്ലത്തിന് എന്നുള്ള അർത്ഥമാണ്. ഇനി ദർ ആർ നോ തിങ്സ്. ദർ ആർ നോ തിങ്സ്, കാര്യങ്ങളില്ല, വസ്തുക്കളില്ല. രണ്ടർത്ഥം വെക്കാം. കാര്യങ്ങളില്ല, എന്ത് കാര്യങ്ങളില്ല? മോർ ഫ്രസ്ട്രേറ്റിംഗ്, കൂടുതൽ വിഫലമായ കാര്യങ്ങളില്ല, അല്ലെങ്കിൽ കൂടുതൽ നിരാശാജനകമായ കാര്യങ്ങളില്ല. ദാൻ ദിസ്. ദാൻ എന്ന് പറഞ്ഞാൽ നേക്കാൾ എന്നർത്ഥം. നേക്കാൾ, ഒരു കാര്യത്തിനേക്കാൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ദാൻ. അപ്പോൾ ദാൻ മീ, എന്നേക്കാൾ. ദാൻ ഹിം, അവനേക്കാൾ. ദാൻ ഫ്ലവർ, പുഷ്പത്തേക്കാൾ. അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ദാൻ ഉപയോഗം. അപ്പോൾ ഇതിനേക്കാൾ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വേറെ ഇല്ല. ഇനി ദർ ആർ നോ ഗ്യാരൻറ്റീസ്, ഗ്യാരൻറ്റികളില്ല ഇൻ ലൈഫ്, ജീവിതത്തിൽ. അതുപോലെ ദർ ആർ നോ സെക്കൻഡ് ചാൻസസ്, രണ്ടാമത് അവസരങ്ങളില്ല. ചാൻസസ് എന്ന് പറഞ്ഞാൽ അവസരങ്ങൾ. ഇനി ദർ ആർ നോ, ഇല്ല. ടു മെനി, ഒരുപാട്. ഒബ്സ്റ്റക്കിൾസ്, ഒബ്സ്റ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ എന്നാണ് അർത്ഥം. ഒബ്സ്റ്റക്കിൾ എന്ന് പറഞ്ഞാൽ തടസ്സം. ഇൻ ദ വേ, വഴിയിൽ ഒരുപാട് തടസ്സങ്ങളില്ല. ഒരുപാട് നല്ല വാക്കുകൾ ഇപ്പോൾ നമ്മൾ പഠിച്ചു. ഇനി ദർ ആർ നോ കൗണ്ട്ലെസ് റീസൺസ് ടു ബി സ്കെപ്റ്റിക്കൽ. ദർ ആർ നോ, ഇല്ല. കൗണ്ട്ലെസ്, കൗണ്ട്ലെസ് എന്ന് പറഞ്ഞാൽ എണ്ണമറ്റ, ധാരാളം എന്നൊക്കെ അർത്ഥമുണ്ട്. ധാരാളം എന്നർത്ഥം വെക്കാം. റീസൺസ്, കാരണങ്ങളില്ല, ഒരുപാട് കാരണങ്ങളില്ല എന്നർത്ഥം. ടു ബി എന്ന് പറഞ്ഞാൽ ആവാൻ. സ്കെപ്റ്റിക്കൽ, എന്താണ് സ്കെപ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ? സ്കെപ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ വിശ്വാസം ഇല്ലാതാവുക എന്നർത്ഥം, അവിശ്വാസിയാവുക. അപ്പം വിശ്വാസം ഇല്ലാതാവാൻ ഒരുപാട് കാരണങ്ങൾ ഇല്ല, ആവശ്യമില്ല എന്നർത്ഥം. ഇനി ദർ ആർ നോ ഇനഫ് അവേഴ്സ്. ദർ ആർ നോ, ഇല്ല. ഇനഫ്, വേണ്ടത്ര. അവേഴ്സ്, മണിക്കൂറുകളില്ല. ഇൻ ദി ഡേ, പകൽ സമയത്ത്. ഡേ എന്ന് പറഞ്ഞാൽ പകൽ നടത്തുന്നുണ്ട്, ദിവസത്തിൽ നടത്തുന്നുണ്ട്, ഒക്കെ പറയാം. ഓക്കെ, ദർ ആർ നോ, ഇല്ല. കോൺസ്റ്റൻറ്റ്, സ്ഥിരമായിട്ടുള്ള. സെറ്റ് ബാക്സ്, സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ തിരിച്ചടികൾ നടത്തും. ഇൻ ദിസ് പ്രോജക്റ്റ്, ഈ പ്രോജക്റ്റിൽ. അതുപോലെ ദർ ആർ നോ മോർ പ്രോബ്ലംസ്, കൂടുതൽ പ്രശ്നങ്ങളില്ല. ദാൻ സൊല്യൂഷൻസ്, സൊല്യൂഷൻസിനേക്കാൾ, പരിഹാരങ്ങളേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളില്ല. ദർ ആർ നോ, ഇല്ല. സിമ്പിൾ ആൻസേഴ്സ്, സിമ്പിളായിട്ടുള്ള ഉത്തരങ്ങളില്ല. അതുപോലെ ദർ ആർ നോ പീപ്പിൾ, ആളുകളില്ല. റെഡി ആയിട്ടുള്ള ആളുകളില്ല. ടു ക്രിട്ടിസൈസ്, വിമർശിക്കാൻ റെഡി ആയിട്ടുള്ള ആളുകളില്ല. ഇനി ദർ ആർ നോ ഗുഡ് ഓപ്ഷൻസ്. ദർ ആർ നോ, ഇല്ല. ഗുഡ് ഓപ്ഷൻസ്, നല്ല ഓപ്ഷനുകളില്ല. അവൈലബിൾ ആയിട്ടില്ല, ലഭ്യമായിട്ടില്ല. അവൈലബിൾ എന്ന് പറഞ്ഞാൽ ലഭ്യമാവുക എന്നർത്ഥം. അതുപോലെ
ദർ ആർ നോ ടു മെനി റിസ്ക്സ്. ദർ ആർ നോ ഇല്ല, ടു മെനി റിസ്ക്സ് ഒരുപാട് റിസ്ക്കുകളില്ല. അതുപോലെ ദർ ആർ നോ ഇല്ല, എൻഡ്ലെസ്. എൻഡ്ലെസ് എന്ന് പറഞ്ഞാൽ അറ്റമില്ലാത്ത എന്നൊക്കെ അർത്ഥം. ഡിമാൻഡുകളില്ല, ആവശ്യങ്ങളില്ല. ഓൺ മൈ ടൈം, എൻ്റെ ടൈമിന്മേൽ, എൻ്റെ സമയത്തിന്മേൽ. അതുപോലെ ദർ ആർ നോ ഇല്ല, ടു മെനി കോൺഫ്ലിക്റ്റിംഗ് ഒപ്പീനിയൻസ്. ടു മെനി ഒരുപാട്, കോൺഫ്ലിക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വിരുദ്ധമായ എന്നർത്ഥം. ഒപ്പീനിയൻസ് അഭിപ്രായങ്ങൾ, വിരുദ്ധാഭിപ്രായം എന്നുള്ളതിന് കോൺഫ്ലിക്റ്റിംഗ് ഒപ്പീനിയൻ എന്ന് പറയും. അത് നിങ്ങൾ പ്രത്യേകം എഴുതി വെക്കുക, കോൺഫ്ലിക്റ്റിംഗ് ഒപ്പീനിയൻ, വിരുദ്ധാഭിപ്രായം. അതുപോലെ ദർ ആർ നോ ഇല്ല, ക്ലിയർ വ്യക്തമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നിർദ്ദേശങ്ങളില്ല. അതുപോലെ ദർ ആർ നോ ഇല്ല, ടു മെനി ഒരുപാട്, ഡിസ്ട്രാക്ഷൻസ് ഇല്ല, പതർച്ചയില്ല അല്ലെങ്കിൽ അസ്വസ്ഥതകളില്ല എന്നിങ്ങനെ അർത്ഥം വെക്കാം. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസുകളുടെ പോസിറ്റീവ് സെൻറ്റൻസുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് എല്ലാവരും ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. വളരെ ഈസി ആയിട്ടുള്ള സെൻറ്റൻസുകളാണ്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.